നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അല്പം സെൻസേഷണലായ വിഷയങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടം എത്തിക്സ് കമ്മിറ്റി പുറത്താക്കൽ അയോഗ്യത. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണിത്. നമ്മളിതിൻ്റെ പക്ഷം ചേർന്നിട്ടുള്ളതോ എതിർപക്ഷത്തുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്. മറിച്ച് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ലീഗൽ വാലിഡിറ്റി ഹിസ്റ്ററിയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. ഇന്ന് വാർത്ത എന്നതിലുപരി പല ചാനലുകളും വിധി പറയലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ അവരുടെ വ്യാഖ്യാനങ്ങളും നിലപാടുകളും പരക്കെ അതിൽ നമുക്ക് കാണാം. ഇതെല്ലാം കാണുമ്പോൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഒരു കമ്മിറ്റിക്ക് ഒരു ജനപ്രതിനിധിയുടെ ഭാവി ഒരൊറ്റ തീരുമാനത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആദ്യം ഈ പറഞ്ഞ എത്തിക്സ് കമ്മിറ്റി എന്താണെന്ന് നമുക്ക് നോക്കി വരാം. അതൊരു 9 അംഗ കമ്മിറ്റിയാണ്. അതിൽ നിന്ന് ഒരാളെ തന്നെ സ്പീക്കർ ചെയർമാനാക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ലക്ഷ്യം? നിയമസഭയിലോ പാർലമെന്റിലോ ഉള്ള അംഗങ്ങളുടെ നൈതിക പെരുമാറ്റം പരിശോധിക്കുക എന്നുള്ളതാണ്. സിമ്പിളായി പറഞ്ഞാൽ ജനപ്രതിനിധികൾ ശരിയായി പെരുമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി. ഇനി എന്താണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ സ്വഭാവം? അതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്. ഇവർക്ക് സാക്ഷികളെ വിളിക്കാം, ഇവർക്ക് തെളിവുകൾ ആവശ്യപ്പെടാം, വാദവും കേൾക്കാം. പക്ഷേ നേരിട്ട് ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമില്ല. എത്തിക്സ് കമ്മിറ്റിയുടെ ജോലികൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഒന്ന്, MLA-മാർ, MP-മാർ എന്നിവർക്കെതിരെയുള്ള പരാതികൾ പരിശോധിക്കുക. 2, ഈ MP-മാരും MLA-മാരും ചട്ടങ്ങളും മര്യാദകളും ലംഘിക്കുന്നുണ്ടോ എങ്കിൽ അത് കണ്ടെത്തുക. 3, തെറ്റ് കണ്ടെത്തിയാൽ സഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. 4, അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യുക. എന്തെല്ലാം ശിക്ഷകളാണ് ശുപാർശ ചെയ്യുന്നത്? അതിലൊന്നാണ് അവരെ കൊണ്ട് ഖേദപ്രകടനം നടത്തിക്കുക, അവർക്ക് വാണിംഗ് കൊടുക്കുക, അതുപോലെ അവരെ സസ്പെൻഡ് ചെയ്യുക. ഏറ്റവും കടുത്തതായിക്കൊണ്ട് സഭ തീരുമാനിച്ചാൽ അംഗത്തെ വരെ പുറത്താക്കുക. ഇതൊക്കെയാണ് അതിൽ ശുപാർശ ചെയ്യുന്ന ശിക്ഷകൾ എന്ന് പറയുന്നത്. എത്തിക്സ് കമ്മിറ്റി എവിടൊക്കെയാണുള്ളത്? ഇന്ത്യൻ പാർലമെൻറ്റുകളിലുണ്ട്, അതുപോലെ സംസ്ഥാന നിയമസഭകളിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളിലുണ്ട്. ചിലപ്പോൾ കോർപ്പറേഷനുകൾ കാണാം, സർവകലാശാലയിലും കാണാം. എങ്ങനെയൊക്കെയാണ് എത്തിക്സ് കമ്മിറ്റിയിൽ പരാതികൾ കൊടുക്കുന്നത്? എന്തൊക്കെ പരാതികളാണ് അവിടെ വരുന്നത്? ഉദാഹരണം, സഭയിൽ ഒരംഗം അശ്ലീല പരാമർശം നടത്തിയാൽ അതിനെക്കുറിച്ച് എത്തിക്സ് കമ്മിറ്റിക്കടുത്ത് പരാതിയുമായി പോകാവുന്നതാണ്. അതുപോലെ ഒരംഗം ലഞ്ചം വാങ്ങിയതായി പരാതി വന്നാൽ അതും എത്തിക്സ് കമ്മിറ്റിക്ക് പരാതിയായി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത്തരം പരാതികളൊക്കെ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? നേരിട്ട് എത്തിക്സ് കമ്മിറ്റിക്കാണോ? അല്ല, ആദ്യം സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കാണ്. സ്പീക്കർ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ എത്തിക്സ് കമ്മിറ്റിക്ക് കൊടുക്കും. അങ്ങനെ എത്തിക്സ് കമ്മിറ്റി എന്ത് ചെയ്യും? പരാതിക്കാരനെയും കുറ്റാരോപിതനായിട്ടുള്ള ജനപ്രതിനിധിയെയും വിളിച്ചു വരുത്തി അവരുടെ വാദം കേൾക്കും, തെളിവുകൾ പരിശോധിക്കും. എന്നിട്ട് വിധി പറയോ? ഇല്ല, റിപ്പോർട്ട് മാത്രം. ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? സ്പീക്കർക്കാണ് കൊടുക്കുന്നത്. ഇനി അതിൽ കടുത്ത നടപടിയായിട്ടുള്ള പുറത്താക്കലൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കർ സഭയിൽ വെച്ച് വോട്ടിനിടും. വോട്ടിനിട്ട് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആ അംഗത്തെ പുറത്താക്കും. ഇനി ഒരു അംഗത്തെ സഭയിൽ നിന്ന് പുറത്താക്കി എന്ന് വെക്കുക, പക്ഷെ അയോഗ്യനാക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് വേണമെങ്കിൽ വീണ്ടും മത്സരിക്കാം. അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ജനപ്രതിനിധിയായിക്കൊണ്ട് തന്നെ സഭയിലേക്ക് കടന്നു വരാം. ഇവിടെ എത്തിക്സ് കമ്മിറ്റി ഏത് പരാതി ഒരംഗത്തിനെതിരെ വന്നാലും ആദ്യം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറ്റ് ചെയ്തത് ജനപ്രതിനിധി ആയതിനു ശേഷമാണോ ആ കാലയളവിന് മുമ്പാണോ? അതിവിടെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. ഇനി നിയമസഭകളിലെ എത്തിക്സ് കമ്മിറ്റിയുടെ പുറത്താക്കൽ നടപടികളുടെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ ഒരു സംസ്ഥാന നിയമസഭകളിലും ഒരു അംഗത്തെയും എത്തിക്സ് കമ്മിറ്റി എന്നേക്കുമായി പുറത്താക്കിയിട്ടില്ല. പകരം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, രാജിവെക്കാൻ സമ്മർദ്ദം കൊടുത്തിട്ടുണ്ട്, ശാസനകൾ കൊടുത്തിട്ടുണ്ട്, താൽക്കാലിക നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ അഴിമതി കേസിനെ തുടർന്നൊരു MLA രാജിവെച്ചു. അത് പുറത്താക്കിയതല്ല, രാജിക്ക് സമ്മർദ്ദം കൊടുത്തു. അതുപോലെ മഹാരാഷ്ട്ര, UP, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ MLA-മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരിടത്തു പോലും എന്നേക്കുമായും ആരെയും പുറത്താക്കിയിട്ടില്ല. എന്നാൽ പുറത്താക്കാൻ പല ഗൗരവമുള്ള ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കുക നമുക്ക്. അനന്ത് സിംഗ് ബീഹാറിലെ MLA ആണ്. ഈ അനന്ത് സിംഗ് ജയിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നത് തന്നെ ജയിൽ വാഹനത്തിലാണ്. അദ്ദേഹത്തിനെതിരെ നമുക്കറിയാവുന്ന കേസുകൾ
7 കൊലപാതകങ്ങളുണ്ട്, 11 കൊലപാതക ശ്രമങ്ങളുണ്ട്, 9 കലാപശ്രമങ്ങളുണ്ട്, 4 തട്ടിക്കൊണ്ടുപോകലുകളുണ്ട്, 2 ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ ആകെ മൊത്തം 38 കേസുകളാണ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന നമുക്കറിയാവുന്ന കേസുകൾ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എതിർചേരിയിലുണ്ടായിരുന്ന ഒരു ഗുണ്ടാ നേതാവിനെ കൊന്ന കേസിലാണ് അദ്ദേഹം ജയിലിലാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ വന്നപ്പോൾ പരോൾ വാങ്ങിയിട്ടാണ് അസംബ്ലിയിലെത്തുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. അങ്ങനെ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം നിതീഷ് കുമാറിൻ്റെയൊക്കെ കാല് തൊട്ട് വണങ്ങി പിന്നീട് ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള കേസുകൾ ഉണ്ടായിട്ട് പോലും പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളും നിയമസഭകളിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കേസ് പോലത്തെ സമാനമായ കേസുകൾ നേരിടുന്ന പല ആളുകളും ഈ കേരള നിയമസഭകളിൽ പോലുമുണ്ട്. നമുക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് തന്നെ വരാം. അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നു. 3 കേസുകളാണ് കോടതിയിൽ വരുന്നത്. അങ്ങനെ ID മുരളി MLA ആണ് സ്പീക്കർക്ക് പരാതി കൊടുത്തതായി കേൾക്കുന്നത്. സ്പീക്കർ ആ പരാതി എത്തീസ് കമ്മിറ്റി കൈമാറിയതായും അറിയപ്പെടുന്നു. നിലവിലെ എത്തീസ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്? അതിൻ്റെ ചെയർമാനായിട്ടുള്ളത് മുരളി പെരുന്നല്ലിയാണ്. അതുപോലെ B ബാലകൃഷ്ണൻ, ഗോവിന്ദൻ MP, അതുപോലെ UA ലത്തീഫ്, മാത്യു T തോമസ്, TP രാമകൃഷ്ണൻ, റോജി M ജോൺ, H സലാം, KK ശൈലജ എന്നിങ്ങനെയുള്ള 9 പേരാണ് നിലവിൽ എത്തീസ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? പരാതിക്കാരൻ പ്രതി എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും ഈ എത്തീസ് കമ്മിറ്റി വിളിച്ചു വരുത്തും. അവരുടെ വാദങ്ങൾ കേൾക്കും, റിപ്പോർട്ട് സ്പീക്കർക്ക് കൊടുക്കും. അതിൽ പുറത്താക്കൽ ഉണ്ട് എങ്കിൽ സ്പീക്കർ സഭയിൽ വോട്ടിനിടും. ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു എളുപ്പമായ പ്രോസസ്സിംഗ് അല്ല. ശക്തമായ കാരണങ്ങൾ വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ. അദ്ദേഹത്തിന് കോടതിയെയും സമീപിക്കാൻ അവകാശങ്ങളുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട് പോലും പുറത്താക്കാത്ത സാഹചര്യവും സമാനമായ കുറ്റകൃത്യം ചെയ്തവർ അതേ നിയമസഭയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി ഇതിന്മേൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലും ആരെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്നാൽ പാർലമെൻറ്റിൽ പുറത്താക്കലുകളൊക്കെ നടന്നിട്ടുണ്ട്. 12 പേരെയാണ് ഇതുവരെയായിട്ട് പുറത്താക്കിയിട്ടുള്ളത്. 2005 ആദ്യ സംഭവം. പണം വാങ്ങി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരാരോപണം വന്നു. അത് തെളിവുകൾ സഹിതം സഭയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു. അന്ന് തന്നെ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുന്നു. രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് 11 പേരെ അന്നത്തെ സ്പീക്കർ സോമനാഥ് ചാറ്റർജി പുറത്താക്കുകയും ചെയ്യുന്നു. അവർക്ക് സംസാരിക്കാനോ വിശദീകരണം നൽകാനോ ഒരവസരം പോലും നൽകുന്നുണ്ടായിരുന്നില്ല. അന്നവർ പറഞ്ഞത് വിഷയം അത്രയും ഗൗരവമുള്ളതായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ 2003 മഹുവ മൊയ്ത്രയുടെ കേസും. അവരൊരു തൃണമൂൽ കോൺഗ്രസ് MP ആണ്. അവർ സർക്കാർ അദാനി ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ നിരന്തരമായി സഭയിൽ ചോദിക്കുന്നു. ഇതിൽ അസ്വസ്ഥരായിട്ടുള്ള ഭരണപക്ഷം അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണത്തിൻ്റെ കാമ്പ് ഇതാണ്: ഓരോ പാർലമെൻറ്റ് അംഗങ്ങൾക്കും സഭയിൽ ഓരോ പാസ്വേഡും ലോഗിൻ ID ഉണ്ട്. അതിലൂടെ സഭയിൽ ചോദ്യം ചോദിക്കാനും മറ്റുമായി അവസരങ്ങളും ഉണ്ട്. ഇതിൽ മഹുവയുടെ പാർലമെൻറ്റ് ലോഗിൻ IDയും പാസ്വേഡും മറ്റൊരാൾക്ക് കൈമാറിയെന്നും അതിലൂടെ രാജ്യത്തിൻ്റെ പുറത്തുള്ളവർ പോലും പല ചോദ്യങ്ങളും ചോദിക്കുകയും പാർലമെൻറ്റിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ആരോപണം. ചുരുക്കം പറഞ്ഞാൽ പാർലമെൻറ്റിനെ മഹുവ ദുരുപയോഗം ചെയ്തു എന്ന് അവരാരോപിച്ചു. വേഗത്തിലായിരുന്നു പരാതി വരുന്നത്. പെട്ടെന്നാണ് എത്തീസ് കമ്മിറ്റി ഇടപെടുന്നത്. പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. സ്പീക്കർ അവരെ പുറത്താക്കാൻ വേണ്ടി സഭയിൽ വോട്ടിനിടുന്നു. ഭൂരിപക്ഷം പുറത്താക്കാൻ വേണ്ടി നിലപാടെടുക്കുന്നു. അദ്ദേഹത്തെ പുറത്താക്കുന്നു. പക്ഷേ പിന്നീട് അവർ വീണ്ടും അതേ മണ്ഡലത്തിൽ മത്സരിച്ച് തന്നെ പാർലമെൻറ്റിലേക്ക് തിരികെ വരുന്നു. ഇതിലെ പ്രധാന നിഗമനം എത്തീസ് കമ്മിറ്റിക്ക് ഒരു അംഗത്തെ പുറത്താക്കാൻ ശുപാർശ ചെയ്യാം, സഭയ്ക്ക് പുറത്താക്കാം, പക്ഷെ അയോഗ്യനാക്കാൻ കഴിയില്ല. വീണ്ടും മത്സരിക്കാം, ജയിക്കുകയാണെങ്കിൽ തിരിച്ചു വരികയും ചെയ്യാം. ഇതിൽ ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അവസാന വിധി എഴുതുന്നത് ജനങ്ങൾ തന്നെയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.